യെസ്, അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പലപ്പോഴും കുട്ടികൾ വന്നിട്ട് ചോദിക്കാറുണ്ട്, ഈ +2ൻ്റെ കൂടെ നമ്മൾ ഈ നീറ്റ് ജെഇക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് +2ൻ്റെ കഴിഞ്ഞിട്ട് എങ്ങനെ ഈ കുട്ടികൾക്ക് ഇതൊക്കെ പറ്റുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം അങ്ങനെയൊക്കെ നേടുന്നവരുണ്ടാവുക. +2 കഴിഞ്ഞ ഉടനെ തന്നെ NIT അല്ലെങ്കിൽ വലിയ വലിയ കോളേജസിൽ പഠിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്ന കുട്ടികൾ, അതും പ്രത്യേകിച്ചൊരു എന്താ പറയുക കോച്ചിങ്ങോ പരിശീലനമോ ഒന്നും ഇല്ലാണ്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമെന്ന് പല ആൾക്കാരും ചോദിക്കുന്ന റീസണാണ്. അപ്പോൾ ഇത് ചോദിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട്, ഓക്കെ ഇവനെ വിളിച്ചുകൊണ്ട് വരണം ഇൻ്റർവ്യൂവിൽ, എന്നിട്ട് ഇവൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. സോ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഇന്ദ്രജ് ആണ് കേട്ടോ. ഇന്ദ്രജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിയുന്നതോട് കൂടി തന്നെ എൻട്രൻസ് ക്രാക്ക് ചെയ്ത് ഇപ്പം നിലവിൽ നമ്മുടെ NIT കാലിക്കറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രജ് എന്തൊക്കെയാണ് ചെയ്തത്, ഇന്ദ്രജിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു, ഇന്ദ്രജ് എങ്ങനെയാണ് പഠിച്ചു വന്നത് എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് കേൾക്കുമ്പോഴേക്ക് ഐ എം ഷുവർ നിങ്ങൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഹൈ ഇന്ദ്രജ്, എന്ത് പറയുന്നു, എന്താ വിശേഷം? എവിടെ പഠിക്കുന്നത് ഇപ്പോൾ? NIT കാലിക്കറ്റിൽ ഫസ്റ്റ് ഇയർ ആണ്. NIT കാലിക്കറ്റ് ഫസ്റ്റ് ഇയർ. എവിടെയാണ് വീട് വരുന്നത്? എൻ്റെ വീട് തൃശ്ശൂർ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. എവിടെ നിന്ന് ഒരു 9th 10th ആ ഒരു സ്റ്റേജിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, നീ 10th പഠിക്കും അല്ലെങ്കിൽ നിൻ്റെ ഒരു SSLC ജേർണി എങ്ങനെയായിരുന്നു? എവിടെ പഠിച്ചതൊക്കെ? ഞാൻ പഠിച്ചത് ഡിപ്പോൾ EMHSS സ്റ്റേറ്റ് സിലബസ് തന്നെ. സ്റ്റേറ്റ് സിലബസ് തന്നെ, പ്രൈവറ്റ് ആണ്. അവിടെയാണ് പഠിച്ചത്. 10th വെച്ചാൽ ഇറ്റ് വാസ് ഗുഡ്, മീൻസ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്. നന്നായി പഠിക്കുമായിരുന്നു, സിലബസ് ഒക്കെ നന്നായി പഠിച്ച് ഒരു A+ എക്സ്പെക്റ്റഡ് ആയ ഒരു സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു സ്കൂളിലെ. അങ്ങനെ 10th മീൻസ് അത്ര കുഴപ്പമില്ലാണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞു. ഞാൻ 2023 ബാച്ചാണ്. 23 നമ്മുടെ കൊറോണ കഴിഞ്ഞിട്ടില്ല, കൊറോണ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ. ഓക്കെ ഓക്കെ, യെസ്, 9th കിട്ടാത്ത 9th കൊറോണ ബാച്ചിൽ. യെസ്, ഓക്കെ ഫൈൻ. 9th കഴിഞ്ഞ് 10th നമ്മൾ സ്കൂളിൽ പോയി. 10th ഓഫ്ലൈൻ ആയി എഴുതിയ വെച്ചായിരുന്നു. എന്ന് വെച്ചാൽ 10th എന്നിട്ട് ഫുൾ A+ ഉണ്ടായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷമാണ് 10th എന്നിട്ട് 10th കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്ന ഒരു ടൈം. മീൻസ് ഇപ്പോൾ 3 ഓപ്ഷൻ വന്നല്ലോ, ബയോ എടുക്കണോ, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെടുക്കണം എന്ന് അറിയാണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. മീൻസ് എന്ത് ചെയ്യണം. അപ്പോഴാണ് ഇങ്ങനെ എല്ലാ യൂട്യൂബ് ചാനൽസും നടത്തുന്ന ഈ അവരുടെ ലൈവുകൾ ഉണ്ടാവും. മീൻസ് അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന. അവിടെയാണ് നമ്മൾ ഈ JEE നീറ്റിനെ പറ്റി അറിയുന്നത്. ഓക്കെ, അപ്പൊ 10th വരെ നിനക്ക് വലിയ ഐഡിയ ഒന്നുമില്ല? ഇല്ല, 10th വരെ ഇതെന്താന്ന് പോലും അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ 10th കഴിഞ്ഞ് ഇങ്ങനെ ഇത് ഇരിക്കുമ്പോഴാണ് ഈ ഒരു JEE പറ്റി അറിയുന്നതും. അന്ന് അടിച്ചൊരു മോട്ടിവേഷൻ. മീൻസ് 10th ഞാൻ പറഞ്ഞല്ലോ, 10th കൊറോണ കഴിഞ്ഞുള്ള ഫസ്റ്റ് ബാച്ചായിരുന്നു. നമ്മുടെ ആ ഒരു ഇയറിൽ ചവറ് കണക്കിന് A+ ആയിരുന്നു. യെസ്, അന്ന് ഇങ്ങനെ പറയാറുണ്ട്, ഇവർക്ക് വെറുതെ കിട്ടിയ A+. വെറുതെ കിട്ടിയതാന്നിട്ട് അന്ന് കിട്ടിയ ചവറ് കണക്കിന്. മീൻസ് ഞങ്ങളുടെ സ്കൂളിൽ ഏകദേശം പകുതിയുള്ളവർക്കും A+ ആയിരുന്നു. അപ്പം അന്ന് അത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് A+ കിട്ടിയിട്ട് ഒരു വില കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വാല്യൂ, അത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂള് 12th കിട്ടിയില്ല. അങ്ങനെ അപ്പോ എന്തെങ്കിലും കാര്യമായി ചെയ്യണം. മീൻസ് വാല്യൂ കിട്ടുന്ന ഒരു സംഭവം ചെയ്തു, പക്ഷെ ആരും നിന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല. അപ്പൊ നിനക്ക് വാശിയായി. വാല്യൂ കിട്ടുന്ന എന്തെങ്കിലും ഒരു ഇത് ചെയ്യണം. മീൻസ് ആൾക്കാർ ഇത്തിരി ഇതോടെ കാണുന്ന ഒരു ഇത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഒറ്റയ്ക്ക് അടിച്ച ഒരു മോട്ടിവേഷനിലാണ് എടുത്തൊരു തീരുമാനമാണ് JEE ചെയ്യാന്ന്. അപ്പോൾ 10th വെക്കേഷനിൽ ഓൾമോസ്റ്റ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങി, ഇതിനെ പറ്റി അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ 10th ആ ഒരു വെക്കേഷനിൽ ഒരുവിധം ബ്രിഡ്ജ് കോഴ്സുകളൊക്കെ യൂട്യൂബിൽ നിന്ന് കണ്ട് ബേസിക്സ്, മീൻസ് മാത്സ് ഒന്നും എനിക്ക് അത്ര ഹൈ ലെവലിൽ അറിയുന്ന, മീൻസ് ബേസിക്സ് കാര്യങ്ങളൊക്കെ വീക്കായിരുന്നു. അതൊക്കെ ഒരുവിധം 10th തന്നെ ആ വെക്കേഷനിൽ ഇരുന്ന്. ഓ എൻ്റെ അമ്മേ, നിങ്ങൾ ആലോചിക്കണം കേട്ടോ. അതായത് 10th വെക്കേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 months ഉണ്ടാവില്ല. നമ്മുടെ +1 അഡ്മിഷൻ വരെ ഓഗസ്റ്റ് ആ സമയത്തല്ലേ +1ൻ്റെ ക്ലാസ്സസ് തുടങ്ങുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, 10th നിങ്ങളൊക്കെ എന്താ ചെയ്യല്? വെക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ റിസൾട്ട് അറിയുന്നു, എക്സാം കഴിയുന്നു, പുസ്തകം എറിയുന്നു, 3 മാസം പിന്നെ അടിച്ചുപൊളി വെക്കേഷൻ, ഒരു ചിന്തയില്ല. +1 എന്താ കിട്ടുന്നത് വെച്ചാൽ എടുക്കാൻ പോകണം. പക്ഷെ ഇവൻ അങ്ങനെയല്ല കേട്ടോ. ഇവൻ 10th വെക്കേഷനിൽ ഇരുന്നിട്ട് പഠിക്കുക ചെയ്തത്. അങ്ങനെയൊന്നുമില്ല, ഫുൾ ടൈം അല്ല, കുറച്ച് സമയം മാത്രം, രാത്രി കുറച്ച് നേരം. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ആരാ ഇപ്പോൾ 10th വെക്കേഷനിൽ പഠിക്കുന്ന കുട്ടികളെ ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇവൻ ഞാനും കൂടി 10th വെക്കേഷനിൽ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും എടുത്ത് പഠിക്കുന്ന ഒരു മൂഡിലായിരുന്നു. ആ ടൈമിൽ തോന്നിയൊരു പ്രാന്തിന്റെ പുറത്തായിരുന്നു. അതെ, അങ്ങനെ 10th വെക്കേഷനിൽ അതൊക്കെ സെറ്റാക്കി. 11th
എന്നിട്ട് ജെയ് എടുക്കണോ നീറ്റ് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നമ്മൾ നിന്നിരുന്നത്. പിന്നെയാണ് നീറ്റ് തന്നെ കൊണ്ട് മീൻസ് ആ മെഡിക്കൽ ഫീൽഡ് തന്നെ കൊണ്ട് അത്ര പറ്റില്ല, സോ ജെയ് എടുക്കാം, എൻജിനീയറിങ്ങിന് പോവാന്ന് വിചാരിച്ച് +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. ഞാൻ GMBHSS കുന്നംകുളം അവിടെ സ്റ്റേറ്റ് ബോർഡിനാണ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ പ്രിപ്പയർ ചെയ്തായിരുന്നു. 11th തൊട്ടേ പ്രിപ്പറേഷൻ ഞാൻ തുടങ്ങിയിരുന്നു. മീൻസ് സ്കൂളിൽ ടോപ്പിക്സ് എടുക്കും, ഓരോ ചാപ്റ്ററായി എടുക്കും. അതിൻ്റെ കൂടെ ഞാൻ വീട്ടിൽ വന്ന് നമുക്ക് 9 to 5 ക്ലാസ് ഉണ്ടാവും, 9 to 5 സ്കൂൾ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 6 മണിയായി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്താം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് യൂട്യൂബിൽ ഇങ്ങനെ റിസോഴ്സസ് തപ്പി ഓരോ ചാപ്റ്ററും നീ ഓരോ ക്ലാസ്സസ് ഫോളോ ചെയ്തു. ഓക്കെ, അപ്പോൾ യൂട്യൂബ് കണ്ടിട്ടാണ് നീ ആക്ച്വലി, അല്ലാണ്ട് വേറെ എന്തെങ്കിലും കോച്ചിങ് അങ്ങനെ ഒന്നുമില്ല? +2 വേണ്ടിയുള്ള കോച്ചിങ് കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് നീ ആ ഒരു ലെവലിൽ പോയിട്ടില്ല. ജെയ്ക്ക് വേണ്ടി നീ ജസ്റ്റ് യൂട്യൂബ്സ് മാത്രം സെർച്ച് ചെയ്ത് ഏതൊക്കെ ചാനൽസ് മെയിൻലി നമുക്ക് കുറേ വെബ്സൈറ്റുകളിലും കാര്യങ്ങളൊക്കെ ക്ലാസ്സസ് കിട്ടും. ഓക്കെ, എജുപോർട്ടിൻ്റെ ക്ലാസ്സസ് കാണാറുണ്ടായിരുന്നു നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ ഫാക്കൽറ്റീസിൻ്റെ. അപ്പോൾ നീ മെയിനായിട്ട് ഏത് ക്ലാസ്സസ് ഇരുന്ന് കാണാറ്? ബോർഡിനുള്ളതാണോ അല്ലെങ്കിൽ ബോർഡിനല്ല, ജെയ് ലൈവുകൾ മാത്രം? ഓക്കെ, അപ്പോൾ നമ്മൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നൊരു കണ്ടിന്യൂസ്ലി നമ്മൾ എക്സാം വരെ ആ ഒരു കണ്ടിന്യൂസ് ലൈവ് സെഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നീ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ചാനൽസിൻ്റെ ക്ലാസ്സസ് നീ എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു? ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ മാത്രം നീ കണ്ടുപിടിച്ചു. ഓക്കെ, +1 മുതലേ +1 തുടക്കം മുതലേ നീ അങ്ങനെ ക്ലാസ്സസ് കാണുന്നു? അത് ശരി. എന്നിട്ട് ബോർഡപ്പം എങ്ങനെ കൊണ്ടുപോയി? ലൈക്ക് ബോർഡും ഇതും നീ എങ്ങനെ ബാലൻസ് ചെയ്തേ? ബോർഡിനെ കാര്യമായി നോക്കിയിട്ടില്ല. മീൻസ് എൻ്റെ മൈൻഡ് മീൻസ് അന്ന് 10th ബോർഡിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. സോ ബോർഡിന്റെ പറ്റിയുള്ള ഒരു വില മൂടെ പോയി. അതുകൊണ്ട് പിന്നെ ബോർഡ് കിട്ടിയില്ലേലും കുഴപ്പമില്ല, വലിയ മാർക്കില്ലേലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഇത് എഴുതിയെടുക്കണം എന്നുള്ളൊരു വീട്ടിൽ വന്ന ഫുൾ ടൈം ഇങ്ങനെ തപ്പും, നല്ല വൺ ഷോട്ട്സ് തപ്പും, നമുക്ക് മനസ്സിലാവുന്ന ഏതെങ്കിലും എടുത്തിക്ക് ഓരോ ചാപ്റ്റർ വൈസ് ഇങ്ങനെ കാണും. അങ്ങനെ 11th ഫുൾ അങ്ങനെ. ഓക്കെ, അപ്പോൾ ക്ലാസ്സസ് നീ കാണുന്നു, കൂടെ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തിട്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിന്റെ ഏകദേശം ഒരു ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും? അപ്പോൾ 9 to 5 ക്ലാസ് കഴിഞ്ഞ് 6 മുതൽ എത്ര മണി വരെ പഠിക്കും നീ? 6 മണിയാകുമ്പോൾ വീട്ടിൽ എത്തും. അത് കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോഴേക്കും പഠിക്കാനിരിക്കും. അപ് ടു ഒരു 12:30 വരെ. 12:30 വരെ ഇരിക്കും. എന്നിട്ട് പിന്നെ എത്ര മണിക്കൂർ ഉറങ്ങുമായിരുന്നു? അത് കഴിഞ്ഞ് 11th അധികം 5 മണിയാകുമ്പോൾ എണീക്കും. 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എനിക്ക് രാവിലത്തെ സമയം പഠിക്കും, ഒരു 8 മണി വരെ വീണ്ടും പഠിക്കും. എന്നിട്ട് പിന്നെ ബാക്കി സ്കൂൾ ആ ഒരു റൂട്ടീൻ. നിന്റെ ഈ ഡിസ്ട്രാക്ഷൻസിനെ നീ എങ്ങനെ കൺട്രോൾ ചെയ്തു? ലൈക്ക് മോസ്റ്റ്ലി ഇപ്പോൾ ഈ കുട്ടികളുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്ക് ആ ഒരു എന്താ പറയുക, ഡ്രീമൊക്കെ ഉണ്ട്, ഇവർക്കിത് ക്രാക്ക് ചെയ്യണമെന്ന് അറിയാം, ഇവർക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് അറിയാം. പക്ഷേ സ്റ്റിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവരൊന്നെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ ഗെയിമോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫുൾ ഡിസ്ട്രാക്റ്റഡ്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. നീ അതെങ്ങനെ ക്രാക്ക് ചെയ്തേ? ഫോൺ ഞാൻ മെയിനായി യൂസ് ചെയ്തിരുന്നില്ല. ഫോൺ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ഫോണ് യൂസ് ചെയ്താൽ ഇങ്ങനെ ടൈം പോകുന്ന അറിയാം. മീൻസ് ഗെയിമുകളും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും എല്ലാം ആയിട്ട്. അതുകൊണ്ട് ഫോണ് ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങി, ലാപ്ടോപ്പിൽ മീൻസ് യൂട്യൂബ് മാത്രമായി സെറ്റ് ചെയ്തു, ലോക്ക് ചെയ്തു. ബാക്കി യൂട്യൂബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യൂട്യൂബിൽ ഒരു അക്കൗണ്ടിൽ ഈ ക്ലാസ്സുകൾ മാത്രമേ വരൂ, റെക്കമെൻഡേഷൻ വേറെ ഒന്നും വരും. യെസ്, ഇടയ്ക്ക് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബിൽ ഇതോണം സമയം കളഞ്ഞ സമയത്ത്. റെക്കമെൻഡേഷനിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം. പിന്നെ ഫോൺ മെയിൻലി അതുകൊണ്ട് യൂസ് ചെയ്യില്ല. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഡിലീറ്റ് ആക്കി, എല്ലാം ഡിലീറ്റ് ചെയ്തു. സോഷ്യൽ മീഡിയ ഒന്നുമില്ല. വാട്സപ്പ് ഉണ്ടായി, വാട്സപ്പ് കാര്യങ്ങൾ. സ്കൂൾസിൽ നിൻ്റെ ഒരു ഇതെങ്ങനെയായിരുന്നു? ലൈക്ക് ഫ്രണ്ട്സിനോടുള്ള ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ സ്കൂൾ സമയത്ത് നീ എങ്ങനെയായിരുന്നു നിൻ്റെ ഒരു റൂട്ടീൻ? സ്കൂൾ സമയത്ത് മീൻസ് ക്ലാസ്സിൽ പോയാൽ ശ്രദ്ധിക്കും, ചിലപ്പോൾ കിടന്നുറങ്ങും. അല്ല മീൻസ് ഞാൻ ഉറക്കം കുറവായതുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് ചിലപ്പോൾ ഉറക്കം വരും. ഉറങ്ങും. അത് കഴിഞ്ഞ് ബ്രേക്ക് ടൈമിലൊക്കെ ഷോർട്ട് നോട്ട്സ് എഴുതും. അല്ലെങ്കിൽ എൻ്റെ ഒരു PYQ ബുക്ക് എപ്പോഴും സ്കൂളിൽ ഇരിപ്പുണ്ടാവും. PYQ ഒരു മെറ്റീരിയൽസ് എൻ്റെ ഉണ്ടായിരുന്നു, അതെപ്പോഴും ഒരു ബുക്ക് സ്കൂളിൽ ഉണ്ടാവും. അത് ബ്രേക്ക് ടൈമിൽ മുഴുവൻ അതിരുന്ന് ചെയ്യും. PYQ എന്ന് പറയുമ്പോൾ JEE ഓക്കെ. അപ്പോൾ ബോർഡിന് നീ കാര്യമായിട്ട് എത്ര മാർക്സ് ഉണ്ടായിരുന്നു +2-ന്? +2-ന് 1177 77% മാർക്ക്. 1077 സ്കോർ, 98% മാർക്ക് ഉണ്ട്. അത് ശരി, ബോർഡിന് ഇവൻ ഫോക്കസ് ചെയ്തിട്ടില്ല, പക്ഷെ മാർക്കുണ്ട്.
അതായത് എനിക്ക് തോന്നുന്നു നീ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക വല്ലാണ്ട് ബോർഡിനെ ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിലും പക്ഷെ എനിക്കൊന്ന് ജെഇ പഠിച്ച സമയത്ത് നീ കൺസെപ്റ്റ് അടിപൊളിയായിട്ട് പഠിച്ച ആ ഒരു ലെവലിൽ വന്നുകൊണ്ടായിരിക്കും നിനക്ക് ബോർഡ് അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. എങ്ങനെ നിന്റെ ഫ്രണ്ട്സൊക്കെ എന്ത് പറയുന്നു എന്നിട്ട് ആ സമയത്ത് ലൈക്ക് ഇപ്പോൾ മോസ്റ്റ്ലി സ്കൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ബ്രേക്ക് ടൈമിൽ കുട്ടികളെല്ലാവരും പുറത്ത് പോവുക, ഫുൾ ചില്ലടിക്കുക, വൈബാക്കുക. കാരണം നിങ്ങളൊക്കെ ആ ഏജ് ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ അതിൻ്റെ ഒരു ഔട്ട് ബേസ്റ്റ് എന്നൊരു ടൈമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നീ എങ്ങനെ ഇത് ഡീൽ ചെയ്തു ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള പരിപാടികൾ? +1 വരുന്ന ടൈമിൽ ഇത് മാത്രമേ ചിന്തണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെയെങ്കിലും ഇത് എഴുതിയെടുക്കണം. കാരണം പൊതുവെ എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടർ സയൻസിലുള്ള കുട്ടികൾ എന്ന് പറയുമ്പം വലിയ പഠിത്തത്തിന് അത്ര ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നൊരു കുട്ടികളായിരിക്കില്ല. അങ്ങനെ വന്ന ടൈമിൽ ഭയങ്കര ഞാൻ ആരെയായിട്ട് അങ്ങനെ ഇന്ററാക്ഷൻസ് കുറവായിരുന്നു. മീൻസ് ഇങ്ങനെ ഇതിന്റെ പിന്നെ ഇരിക്കണോണ്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് ഇന്ററാക്ഷൻ ആയി. അല്ല അവരെന്നോട് ചോദിക്കും മീൻസ് എന്താണ് നീ ഇങ്ങനെ ഇരുന്ന് ഫുൾ ടൈം പഠിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. മീൻസ് എന്താണ് മീൻസ് ഞാനിങ്ങനെ ബ്രേക്കിന് വരെ ഇരുന്ന് പഠിക്കുന്ന കാണുമ്പോൾ എന്താണ് ഇങ്ങനെ പഠിക്കുന്നത് വന്ന് ചോദിക്കും. അപ്പൊ ഞാൻ അങ്ങനെ പറയും മീൻസ് ഇങ്ങനെ ഒരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പൊ അവിടെ കുറച്ച് പേര് ഇങ്ങനെ ഓരോ ബാച്ചുകൾ എടുത്ത് പഠിക്കുന്നവരുണ്ടായിരുന്നു. അത്ര സീരിയസ് ആയിട്ടല്ല അവര്, പക്ഷെ വീട്ടുകാര് പ്രഷർ ചെയ്തിട്ടൊക്കെ പഠിക്കുന്നതാണ്. സോ അവർക്കൊക്കെ അറിയായിരുന്നു. സോ അങ്ങനെ അവര് കുറച്ച് കാലമൊക്കെ അവർക്ക് ഇങ്ങനെ ഇതെന്താ തോന്നി. പിന്നെ അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. മീൻസ് ഞാന് ബ്രേക്ക് കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞ് ബ്രേക്ക് ആകുമ്പോൾ നീ ഇരുന്ന് പഠിച്ചോ കുഴപ്പമില്ല എന്നിട്ട് അവര് പോകും. ശല്യമൊന്നും ചെയ്യില്ല. ഇല്ല കാര്യങ്ങളൊക്കെ അറിയിക്കും, കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും കൂട്ടും കാര്യങ്ങൾ, അങ്ങനെ ഒരു കുഴപ്പമൊന്നും തന്നെ. എൻ്റെ ഈ ഒരു എന്റർടൈൻമെന്റ് ലൈഫ് എങ്ങനെയായിരുന്നു? ലൈക്ക് സ്കൂൾസിലെ പ്രോഗ്രാമില് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? ഒന്നുമില്ല, സ്കൂളിലെല്ലാ പരിപാടി ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി, ഫുൾ ഫോക്കസ്ഡ് ഓൺ സ്റ്റഡീസ് മാത്രം ഒഴിവാക്കി. ശരി. അപ്പോൾ പാരൻസ് അല്ലെങ്കിൽ വീട്ടിലെ സപ്പോർട്ട് എനിക്ക് ആരാ ഉള്ളത്? സിബ്ലിങ്സ്, പാരൻസ്? ഒരു സിസ്റ്റർ. ഓക്കെ. പാരൻസ് വീട്ടില്? ഓക്കെ. അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അവര് മീൻസ് അവർക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ കണ്ടുപിടിച്ച് ചെയ്തൊരു പരിപാടി. അപ്പം ചെയ്യണേ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എലോങ് വിത്ത് സ്കൂൾസ് നീ ഇതും കൂടെ കൊണ്ടുപോയി. ഓക്കെ, നീ +1 നീ ഓൾറെഡി പ്രിപ്പറേഷൻ തുടങ്ങി. +1 പിന്നെ ഏതായാലും നമുക്ക് പബ്ലിക് എക്സാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ +2 ആ പബ്ലിക് എക്സാം പ്രഷറും ഈ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പബ്ലിക് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് പബ്ലിക് എക്സാമിന് പിന്നെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. അപ്പോഴേക്കും എനിക്ക് അതിലാണ് കൂടുതൽ പെർസെൻറ്റേജ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സെക്ഷന് ശേഷം പിന്നെ ഇപ്പം ബോർഡ് സി കുറച്ച്, കാരണം നമുക്ക് ലാബ് എക്സാം ഇത് കാര്യങ്ങൾ, പിന്നെ ബാക്കിയുള്ള കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ് അതൊക്കെ പഠിക്കണല്ലോ. പിന്നത്തെ ഒരു കുറച്ച് സമയം ബോർഡിനുള്ള ഇതിലായിരുന്നു. ഓക്കെ. അപ്പോൾ +2 എത്തിയ സമയത്ത്, അതായത് ഇതിൻ്റെ ഇടയിൽ നീ ബോർഡിന് മാത്രമായിട്ട് പഠിക്കാനുള്ള ഒരു സമയം കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, ഫസ്റ്റ് സെഷൻ വരെ ബോർഡിന് തിരിഞ്ഞു നോക്കിയില്ല. ഇല്ല, സ്കൂളിൽ പോക്ക് തന്നെ കുറവായിരുന്നു. ഓ അത് ശരി. അതെന്തിറ്റി? സ്കൂൾ മീൻസ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് നീ ക്ലാസ്സസ് ഒഴിവാക്കി. അപ്പോൾ അറ്റൻഡൻസ് ഒക്കെ? അറ്റൻഡൻസ് സ്കൂളിലെ ടീച്ചേഴ്സ് കുറച്ചൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എന്തോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത കഥയൊക്കെ കേട്ടു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ടീച്ചർമാര് കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ എൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ടീച്ചർമാര് ഭയങ്കര പ്രശ്നം, വലിയ കുഴപ്പമില്ല, ഓക്കെ ഇപ്പം പഠിക്കുന്നുണ്ട് എന്നാൽ പിന്നെ സ്കൂളിൽ വന്നില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള മോഡായിരിക്കും. അത് ശരി. അപ്പോൾ വീട്ടിൽ നിന്ന് നീ ലൈക്ക് ബോർഡിന് വേണ്ടിയിട്ട് ഇപ്പം നീ വീട്ടിൽ 5 മണിയാകുമ്പോൾ തിരിച്ചെത്തും അല്ലേ, 6 മണിയാകുമ്പോൾ തിരിച്ചെത്തുന്നു, പിന്നെ കംപ്ലീറ്റ് ജെയ്ക്ക് മാത്രമുള്ള പ്രിപ്പറേഷൻ ആണോ? വേറെ ഒന്നും നീ ചെയ്യില്ല ബോർഡിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല, ക്ലാസ്സസ് മാത്രം നീ കണ്ടു പഠിക്കുന്നു, അത് വെച്ചിട്ട് നീ ബാക്കിയെല്ലാം ചെയ്യുന്നു എന്നുള്ള മോഡൽ? അത് ശരി. ഈ മറ്റേ സാധനം എന്തായി നമ്മുടെ അപ്രീസിയേഷൻ? ഇത് +2 എക്സാം കഴിഞ്ഞു. എക്സാം കഴിഞ്ഞ എനിക്കൊന്ന് ജനുവരിയിൽ phase 1 എഴുതിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആ സമയത്ത് നീ ഏതിലാണ് കയറിയേ? ഞാൻ ഫസ്റ്റ് സെഷൻ phase 1 തന്നെ കയറി. phase 1 എങ്ങനെ ഉണ്ടായിരുന്നു? എന്നിട്ട് എനിക്ക് 96.8% അപ്പോൾ ആ സമയത്ത് തന്നെ നീ NIT എടുത്തു. ഏത് ബ്രാഞ്ചാ? സിവിൽ. അത് ശരി. ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ? ഇപ്പോൾ 4 കൊല്ലോടെ പോവാ. ഇപ്പം എങ്ങനെ നമ്മുടെ ഒരു ഷെഡ്യൂള്? അല്ല, പഠിപ്പൊഴിച്ച് ബാക്കിയെല്ലാം നടക്കുന്നുണ്ട്. അന്ന് ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു വാശിക്ക് ഇതെല്ലാം ഒഴിവാക്കി ഒറ്റ മൈൻഡിൽ അങ്ങോട്ട് ഇറങ്ങി ഇതെടുത്തു. അപ്പം എങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നാട്ടുകാരുടെ റെസ്പോൺസ് എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലൊക്കെ വളരെ റെയർ ആയിട്ടാണ് ഒരു NIT ആ സമയത്ത്. അത് ശരി. പൊതുവെ എനിക്കൊന്ന് നീറ്റിൽ അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടാവും. നമ്മുടെ നാട്ടിൽ അത്ര ഞാൻ കേട്ടിട്ടില്ല. ഓ, കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലമാണോ?
അത് ശരി. നമ്മുടെ നാട്ടില് 1-2 പേര് ഇങ്ങനെ NIT പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ വളരെ റെയർ ആയിട്ട് മാത്രമേ അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ പോകുന്നുള്ളൂ. അപ്പൊ നിനക്ക് മറ്റേ 10th കിട്ടാത്ത അപ്രീസിയേഷൻ കിട്ടിയോ? അത്യാവശ്യം വൻ സംഭവമായി ഉണ്ടാവും നാട്ടില്. വൻ സംഭവമായി. അത് ശരി. അപ്പൊ നീ ഹാപ്പി? സ്കൂളിലും നാട്ടിലും എല്ലായിടത്തും. സ്കൂളും നാട്ടിലൊക്കെ ഭയങ്കര അപ്രീസിയേഷൻ. അത് മീൻസ് 12th ഒപ്പം റിപ്പീറ്റ് പോലും ചെയ്യാണ്ട് കേറുന്നു എന്നുള്ള ഒരു സംഭവം കൂടി. അപ്പൊ 10th കിട്ടാത്തതിന്റെ ഒരു 100 ഇരട്ടി പ്ലസ് 2 ആയപ്പോഴേക്ക് കിട്ടി. അപ്പൊ ഭയങ്കര ഹാപ്പി ആയി. ശരി, ഓക്കെ. പിന്നെ ഈ നമ്മൾ ശരിക്കും നിൻ്റെ ഒരു സ്ട്രാറ്റജി, ഓക്കെ, നീ ഈ ഒരു ലെവലിൽ കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്തു. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. ഈ കുട്ടികളിലൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2ൻ്റെ കൂടെ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പ്രശ്നം. കാരണം ഇവർക്ക് +2ൻ്റെ തന്നെ തീരുന്നില്ല എന്നുള്ളൊരു മോഡലായിരിക്കും. അപ്പോൾ ഇവരോട് നിനക്ക് എന്താ പറയാനുള്ളത്? ലൈക്ക് നിൻ്റെ എന്തെങ്കിലും പോയിന്റ്സോ ടിപ്സോ അങ്ങനെ എന്തെങ്കിലും ഇവരോട് ഷെയർ ചെയ്യാൻ പറ്റും? മീൻസ് ലൈക്ക് +2ൻ്റെ മീൻസ് ഏറ്റവും ബെസ്റ്റ് ചാൻസ് +1+2ൻ്റെ ഒപ്പം ചെയ്യാന്നുള്ളതാണ്. അത്രയും ടൈം നമുക്കുണ്ട്. കാരണം അതേ പഠിക്കുന്ന അതേ സിലബസ് ഒന്ന് അഡ്വാൻസ്ഡ് ആയി പഠിച്ചാൽ മതി. അത് തന്നെ മീൻസ് ലൈക്ക് നമുക്ക് എല്ലാ സിലബസും കവർ ചെയ്യണമെന്നില്ലല്ലോ. മാക്സിമം +2ൻ്റെ ഒപ്പം ഒരുവിധം സമയം കണ്ടെത്തി പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഇതിന്റെ ഭ്രാന്തായിന്റെ പിന്നാലെ നടക്കുന്നവരാണെങ്കിൽ ലീവൊക്കെ എടുത്ത് പഠിക്കുക. ബോർഡ്സിന് അല്ലാണ്ട് നോക്കാതിരിക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 75% മുകളിൽ ബോർഡ്സിന് മാർക്ക് ഉണ്ടായാൽ തന്നെ അഡ്മിഷൻ കിട്ടും. കുഴപ്പമില്ലോ. അതുകൊണ്ട് ഇതിനെ ഫോക്കസ് ചെയ്ത് നടക്കുന്നവരാണ് ഇതിന്റെ പിന്നാലെ നടക്കുക. ബോർഡ്സിന് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ. എജു പോർട്ടൽ ഏതൊക്കെ ക്ലാസ്സസ് അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സസ് ആണ് നീ കാണാറുണ്ട്? ഞാൻ റിൻഷാ സാറിന്റെ മാത്സ്, പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ലാസ്റ്റ് ടൈമിലൊക്കെ 1 ഷോട്ട്സ് ഒക്കെ വന്നിരുന്നില്ല. മീൻസ് ഫുൾ സിലബസ് ഒറ്റ 1 ഷോട്ട് ഉണ്ടായിരുന്നു ജെയിലെ ലൈവ് അല്ല. ഓക്കെ ഓക്കെ, ശരി. അപ്പം നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സസ് ഒക്കെ നീ കാണാറുണ്ടായിരുന്നു? കുറച്ചൊക്കെ. ശരി. അപ്പം ഇങ്ങനെ ഒരുപാട് റിസോഴ്സസ് നീ ഫോളോ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോ ചാപ്റ്റർ, മേ ബി ഓരോ ചാപ്റ്ററിന് ഓരോ ചാനൽ അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സ് ആ ഒരു ലെവലിലായിരിക്കും. ശരി. എജു പോർട്ടൽ അപ്പം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് ആരൊക്കെയായിരുന്നു? എജു പോർട്ടൽ ഞാൻ റിൻഷാ സാറിന്റെ മാത്സ് കണ്ടിരുന്നു, പിന്നെ ഓർഗാനിക് കെമിസ്ട്രി കണ്ടിരുന്നു, നമ്മുടെ റിഷാദ് സാറിന്റെ. ശരി. അപ്പോൾ കെമിസ്ട്രി ആണ് എനിക്കൊന്ന്, കെമിസ്ട്രി ആൻഡ് മാത്സ് അല്ലേ കാര്യമായിട്ട് നീ ഫോളോ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ. ഇനി എന്തായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ ഇതുപോലെ ജെയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ആഗ്രഹമുള്ള കുട്ടികളോട് നിനക്ക് എന്താ പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ഒരു പ്രിപ്പറേഷനിലുള്ള ഒരു ഹാർഡ് വർക്ക്. അപ്പം നമുക്ക് മിസ്സാവുന്ന ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറാണ്. എന്ന് ഇവൻറ്റാണ്. ശരി. ഇപ്പടുത്ത് ഞങ്ങൾ NIT വന്നിട്ടുണ്ടായി, നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ മറ്റേ തത്വ ഫെസ്റ്റ് നടന്ന സമയത്ത് ഇവന്റ്സ് അറ്റൻഡ് ചെയ്ത് മടുക്കും. 2 സ്കൂളത്തെ കുറച്ച് എന്റർടൈൻമെന്റ്സ് ഒന്ന് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചതൊക്കെ ഉറപ്പായിട്ട് തോന്നുന്നു. ഇപ്പൊ എനിക്കൊരു ഇതിലൊരു റിഗ്രറ്റ് ഉണ്ടാവില്ല അല്ലേ? +1 +2 ലൈഫ് അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പൊളിക്കായൊന്നുമില്ല. മീൻസ് ഫ്രണ്ട് സർക്കിൾ അവരൊക്കെ ആയിട്ട് നല്ല കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവന്റ് ഒന്നും നീ കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവില്ല. ഒന്നിനും പോയിട്ടില്ല. കലോത്സവം, സ്പോർട്സ്, വേറെ പരിപാടികൾ, നത്തിങ്, ശാസ്ത്രമേള ഇല്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന പ്രോഗ്രാംസ് ഒക്കെ ലൈക്ക് എന്തെങ്കിലും റിലേറ്റീവ്സിന്റെ പ്രോഗ്രാമോ അതൊന്നൊക്കെ ഒഴിവാക്കാൻ പറ്റാതൊക്കെ പോവും. അത്ര ഇമ്പോർട്ടന്റ്. ഈ സാറ്റർഡേ സൺഡേസ് ഒക്കെ എങ്ങനെയായിരുന്നു? സാറ്റർഡേ സൺഡേ മീൻസ് ആദ്യമൊക്കെ ഫുൾ ടൈം ഇരിക്കും. സാറ്റർഡേ സൺഡേ ഒക്കെ മെയിൻലി ഇരിക്കും. പുറത്ത് ഞാൻ അധികം ഇറങ്ങിയിട്ടൊന്നുമില്ല. നിനക്ക് ഈ 2 വർഷത്തെ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ മടുക്കൂലേ? ഇല്ല, അതൊരു മോട്ടിവേഷൻ്റെ പുറത്ത്. മീൻസ് നമ്മൾ ഈ ക്യാമ്പസ് ടൂർ കണ്ട് മോട്ടിവേറ്റായി ഓരോ ഇവൻറ്റ്സ് കാര്യങ്ങൾ എനിക്ക് വെച്ചാൽ NIT കാലിക്കറ്റ് ഡ്രീം ചെയ്ത് നടന്നെന്താ യൂട്യൂബിൽ ഒരുവിധം അതിൻ്റെ എല്ലാ ഇവൻറ്റ്സിൻ്റെ വീഡിയോ എല്ലാം ഞാൻ കണ്ടു. നിനക്ക് ആദ്യം NIT കാലിക്കറ്റ് നീ ഉറപ്പിച്ചതാണ്? IITs അങ്ങനത്തെ ഇതൊന്നും ഇല്ല? ഞാൻ NIT കാലിക്കറ്റ് ഡ്രീം ചെയ്ത് നടന്നെന്താ. NIT കാലിക്കറ്റ് അതാ നീ ഫസ്റ്റ് ചാൻസ് കിട്ടിയ സമയത്ത് തന്നെ കയറിയത്. അപ്പോൾ അതിൽ എന്നെ ബ്രാഞ്ച് എന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എടുക്കണമെന്നായിരുന്നു താല്പര്യം. കിട്ടിയില്ല. അപ്പോൾ സിവിൽ എടുത്തു. എങ്ങനെ പോകണമെന്നിട്ട് ഇപ്പോൾ സ്റ്റഡീസൊക്കെ? അടിപൊളിയാണ്. ക്യാമ്പസ് ലൈഫൊക്കെ എങ്ങനെയുണ്ട്? നീ വിചാരിച്ച പോലത്തെ അടിപൊളി ക്യാമ്പസ് ആണോ? വിചാരിച്ചേക്കാളും അടിപൊളിയാണ്. അത് ശരി. അപ്പോൾ ആ ഒരു ഡിറ്റർമിനേഷൻ എനിക്ക് തോന്നുന്നു പൊതുവേ ഈ കുട്ടികൾക്ക് വേണ്ട. ഇപ്പം നമ്മൾ ഈ ഇങ്ങനെ കണ്ടിന്യൂസ് പഠിക്കുന്നില്ലേ, ഈ സമയത്ത് എപ്പോഴെങ്കിലും നിനക്കിത് ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നിയൊരു സമയം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ?
അടുത്ത് മതി. ഇല്ല, ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നിയില്ല. മീൻസ് എന്നെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് ആയാലും ഞാൻ +2ൻ്റെ ഒപ്പമാണല്ലോ. സോ എനിക്ക് അത്ര വലിയൊരു റിസ്കി ഫാക്ടർ അതിലില്ല. എന്തായാലും +2ൻ്റെ കൂടെ എഴുതുക, എൻ്റെ ബെസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു ഇതാണ്. ഫേസ് 2 എഴുതിയിട്ടുണ്ടായിരുന്നോ നീ? ഫേസ് 2 എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഫേസ് 1 തന്നെ നീ കയറിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇപ്പോൾ ഇവൻ്റെ കേസിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു ഡിറ്റർമിനേഷൻ, ഇപ്പം നിങ്ങളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മൈൻഡ് ചെയ്യാന്നുള്ള സാധനമില്ലേ. എനിക്ക് തോന്നുന്നു ആ 10ാം ക്ലാസ്സിൽ ഇവന് കിട്ടിയ ആ ഒരു എനിക്ക് വേണ്ട അംഗീകാരം കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു തോട്ടിൽ നിന്ന് തുടങ്ങിയൊരു സാധനം +1 +2 2 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ നിന്ന് ഒരു തരി പോലും വിടാണ്ട് ആ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷനിൽ ഇത് ചെയ്തിട്ട് അവൻ ഡ്രീം ചെയ്ത സ്ഥലത്ത് തന്നെ അവൻ എത്തുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളൊന്നും ആലോചിക്കില്ല. എനിക്ക് തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇവൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു ഭയങ്കര സന്തോഷം വരും. അപ്പോൾ എനിക്കൊന്ന് ആ ഒരു അച്ചീവ്മെൻറ്റ് ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു നിനക്ക്? പൊതുവെ എനിക്ക് തോന്നുന്നു നീ മറ്റേ 10th ഇത് കിട്ടാത്തതുകൊണ്ട് വാശി പുറത്ത് നേടിയെടുത്ത് എന്നുള്ളൊരു സമയത്ത് നിനക്കുണ്ടായൊരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? ലൈക്ക് ആഫ്റ്റർ ക്രാക്കിംഗ് ദിസ് മീൻസ് പ്രൗഡായിരുന്നു നല്ലോണം. മീൻസ് വീട്ടുകാരായാലും എൻ്റെ കുടുംബത്തിൽ നിന്നായാലും ആദ്യമായിട്ടാണ് ഒരാൾ. സോ ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണത്. ഈ പിന്നെ നിനക്കിതുപോലെ ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നോർമലി ഒരു കുട്ടി ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പോൾ പൊതുവേ ആരോടത്തെങ്കിലും നിനക്ക് ആ ഒരു ലെവലിലുള്ള അപ്രോച്ച് ഉണ്ടായിരുന്നു? വെറുതെ ഇതിനൊന്നും നിൽക്കണ്ട, ഇതിലൊന്നും വലിയ കാര്യമില്ല, ഇല്ല ഡീമോട്ടിവേറ്റിംഗ് ആയിട്ട് അങ്ങനെ ആരും ഇല്ല? ലൈഫ് കുറേ പേര് പറഞ്ഞിരുന്നു. മീൻസ് റിപ്പീറ്റ് ചെയ്യാതെ ഒന്നും, ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യാതെ +2ൻ്റെ ഒപ്പം ഒന്നും നടക്കൂല അങ്ങനെ പറയുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു ഇത് തോന്നും, ഇത് നടക്കുമോ എന്താ. അപ്പം ഞാൻ വിചാരിക്കും മീൻസ് പറ്റുന്ന പോലെ എന്നെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് ഞാൻ ചെയ്യും. ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക, കിട്ടിയില്ലേ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. ഓക്കെ. അപ്പം നീ ആദ്യം ഉറപ്പിച്ചിട്ടുണ്ട് ഐ വിൽ ഡു മൈ ബെസ്റ്റ്. അപ്പം എങ്ങനെ പോയി കഴിഞ്ഞാലും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നോ? ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് ലൈക്ക് നമ്മൾ പ്രിപ്പറേഷൻ്റെ ടൈമിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അത്ര ഒരു ഹൈ മാർക്സ് ഒന്നും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു 1 മന്തിലൊക്കെയാണ് നമുക്ക് റെഡിക്ക്. ലാസ്റ്റ് 2 മാസത്തിലാണ് റെഡിക്ക് നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇതുവരെ പഠിച്ചൊന്നും ഒരു ഷെഡ്യൂൾ മീൻസ് അത്ര അങ്ങോട്ട് എഫക്റ്റ് തോന്നൂല. ലാസ്റ്റ് 2 മാസമാണ് നമുക്ക് മനസ്സിലാവുക, ഓ ഇങ്ങനെ അല്ലാതെ ഒന്നും പഠിക്കേണ്ടി വരുന്നില്ല, പഠിക്കേണ്ട ആ ഒരു രീതി മനസ്സിലാവുന്നത് അപ്പോഴാണ്. കുറച്ചും കൂടെ ലാസ്റ്റിലേക്ക് എത്തിയ സമയത്ത്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു +2 കഴിഞ്ഞു, വെക്കേഷൻ കഴിഞ്ഞു, നീ ഏകദേശം ജോയിൻ ചെയ്ത് കോളേജിലെത്തി. ആ ഒരു വൈബ് ചിൽ മൊമെൻറ്റ്, ഇപ്പം അടിപൊളിയായിട്ട് ലൈഫൊക്കെ പോകുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എടാ സംഭവം ഭയങ്കര സിമ്പിൾ. ഇവൻ പറയുന്നിട്ട് ഭയങ്കര സിമ്പിളല്ലേ. +1 +2ൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് സമയം എടുക്കുക, ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരൊറ്റ മൈൻഡിൽ ഈ സാധനം അങ്ങ് തുടങ്ങുക. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രാക്ക് ചെയ്യണം എന്നുള്ള വാശി ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ആർക്കും ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ കുട്ടികളിലൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് അറിയാം ഇവർക്ക് എന്ത് പഠിക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് ക്രാക്ക് ചെയ്യണം എന്നറിയാം, ഇവർ ഡ്രീം ഉണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോക്കസ്ഡ് എന്താ പറയുക കംപ്ലീറ്റ് അവരുടെ മൈൻഡ് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നാണ്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രയോറിറ്റി വേറെ, ഇവൻ്റെ പ്രയോറിറ്റി കംപ്ലീറ്റ് NIT കാലിക്കറ്റ് എത്തുക, അതല്ലാണ്ട് ഒരു ഓപ്ഷൻ എനിക്കില്ല എന്നുള്ളൊരു തോട്ട് മാത്രമേ ഇവന്. സോ ഐ തിങ്ക് ദാറ്റ് പ്രയോറിറ്റി മാറ്റേഴ്സ്. അതായത് നമ്മൾ എന്തിനാണോ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അതിനെ മാത്രം ഫോക്കസ് ചെയ്യാനുള്ള ഒരു മൂഡിലാണ് നമ്മളെപ്പോഴും ഉണ്ടാവുക. അപ്പം നമ്മൾ എൻ്റർടൈൻമെൻറ്റിനെ മാറ്റി നമ്മുടെ സ്റ്റഡീസിനെയും കരിയറിനെയും മാത്രം പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ പോലെ +2 കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്കൊക്കെ NIT-ലോ കാലിക്കറ്റ് അതേപോലെ IIT-കളിലൊക്കെ എത്താൻ പറ്റും. ദിസ് ഇസ് വെരി സിമ്പിൾ. ഇപ്പോൾ ഇവനെ എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഹാർഡ്ഷിപ്പായിട്ട് അവൻ ഇതുവരെ റെപ്രസെൻറ്റ് ചെയ്തിട്ടേ ഇല്ല. അവനെനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ ഒഴിവാക്കി കുറച്ചും കൂടെ കൂടുതൽ സമയം ഞാൻ എൻ്റെ സ്റ്റഡീസിലേക്ക് കൊടുത്തു. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തോ വലിയ സംഭവം എന്നൊന്നുമില്ല. അപ്പം ഹീ ജസ്റ്റ് എന്താ പറയുക അവൻ്റെ ആ ഒരു വാശിപ്പുറത്ത് അവന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അതന്നെ നമ്മളെപ്പോഴും ചെയ്യുക. നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് എന്താണോ നമ്മളുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത് ആ ഒരു ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഗിവ് യുവർ ബെസ്റ്റ്, യു വിൽ ബി ഓൾസോ ദെയർ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ ഇതുപോലത്തെ കുറേ ആൾക്കാരായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ.